ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പക്കോട ഉണ്ടാക്കാം. ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് ഈ സ്നാക്ക്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന സ്നാക്കാണ്. 350 ഗ്രാം ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ആദ്യം ഇത് വേവിച്ചെടുക്കണം. കഴുകി തൊലിയോടുകൂടി തന്നെ കുക്കറിൽ വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ പുഴുങ്ങിയിട്ട് തൊലി കളയാവാം. ഉരുളക്കിഴങ്ങ് വേവണ നേരം കൊണ്ട് നമുക്ക് അരിയാനുള്ളതൊക്കെ എടുക്കാം. ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു 3 സബോള അരിഞ്ഞു വെച്ചു. വല്ലാതെ കനം കുറയ്ക്കാണ്ട് നീളത്തിൽ ഇങ്ങനത്തെ പീസസ് മതി. 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, 6-7 വെളുത്തുള്ളി അല്ലി. സബോള അരിഞ്ഞു ഇഞ്ചി നുറുക്കാം, ചെറുതായിട്ട് നുറുക്കിയെടുക്കാം. ഇഞ്ചിയായി. ഇനി വെളുത്തുള്ളി. ഉരുളക്കിഴങ്ങ് വേവാൻ വെച്ചിട്ട് നുറുക്കലൊക്കെ ചെയ്ത വേഗം തന്നെ പക്കോട ഉണ്ടാക്കാൻ പറ്റും. ഫ്രൈ ചെയ്യുമ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ നല്ല ഫ്ലേവർ വരും ഇങ്ങനെ ഇട്ടാൽ. അതുകൊണ്ട് പേസ്റ്റിനേക്കാളും നല്ലത് ഇങ്ങനെ പീസസ് ആയിട്ട് ഇടുകയാണ്. അപ്പോൾ സബോളയായി, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി. ഇനി ഇത് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് നല്ലോണം വെന്തു. ഇനി ഇത് മാഷ് ചെയ്യാം. ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും സബോളയും ചേർക്കാം. മൈദ 1 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ഹീപ്പ് ടീസ്പൂൺ ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി എല്ലാം യോജിപ്പിക്കാം. ഉരുളക്കിഴങ്ങിന് ഇപ്പോഴും ചൂടുണ്ട്, അതുകൊണ്ടാണ് സ്പൂൺ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യണേ. ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി നല്ലോണം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. താഴെ പൊടിയായിട്ടൊക്കെ കിടക്കുന്നുണ്ടാവും മൈദ. അപ്പോൾ എല്ലാം നല്ലോണം അങ്ങനെ മിക്സ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് കട്ടിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുഴച്ചെടുക്കാം. കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർക്കാം. ഒട്ടും കട്ടകളില്ലാണ്ട് വേണമെന്നില്ല, മട പോലെ പരത്തണതല്ലോ. അപ്പോൾ നല്ലോണം സോഫ്റ്റായ മാവ് പോലെയൊന്നും ആവണ്ട. എരിവ് നോക്കിയപ്പോൾ കുറച്ചും കൂടി വേണം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ലോണം ചൂടാവുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് മാവ് കൈ കൊണ്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്യാനിടാം. പക്കോടയുടെ ഷേപ്പ് കേട്ട ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിടുമ്പോഴാണ് സബോളയൊക്കെ നല്ലോണം മൊരിഞ്ഞ് വരും. കട്ടി കുറച്ചുണ്ടാക്കിയ 1-2 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഭാഗം വെന്ത് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി തിരിച്ചിടാം. റൗണ്ട് ഷേപ്പ് അല്ലാണ്ട് സബോള ഇങ്ങനെ നിൽക്കുന്നതാണ് പക്കോടയുടെ ഭംഗി. ഇനി കോരി മാറ്റാം. കളറൊക്കെ പാകത്തിനായിട്ടുണ്ട്. എണ്ണ ഊറ്റി കളഞ്ഞിട്ട് എടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ള മാവ് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യത്തെ പക്കോട എണ്ണയിലിട്ടിട്ട് 4-5 സെക്കൻഡ് കഴിയുമ്പോൾ അടുത്തതിട്ട് ഒട്ടിപ്പിടിക്കൂല. അങ്ങനെ നല്ല ചൂടുള്ള സ്വാദുള്ള ഉരുളക്കിഴങ്ങ് പക്കോട റെഡിയായി. വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് എത്ര കഴിച്ചാലും കുഴപ്പമില്ല. എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും. വേറെ വിഭവമായിട്ട് കാണാം. ഓടത്തെ കിച്ചൺ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. താങ്ക് യു.